116 സങ്കീർത്തനം 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. ഇത് ദാവീദ് പറയുമ്പോൾ ഈ വാക്യം ഓക്കെയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ അർത്ഥവും ആശയവും മാറിപ്പോകാറുണ്ട്. നമ്മളിപ്പോൾ പറയുകയാണ്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നമുക്കത്രേ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നെങ്കിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, അവനെ ആരാധിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങൾ. പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെങ്കിൽ, മറുപടി തരുന്നുവെങ്കിൽ മാത്രം ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്നവർക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ദൈവത്തെയും തള്ളിപ്പറയും, ദൈവദാസന്മാരെയും തള്ളിപ്പറയും, ദൈവസഭയെയും തള്ളിപ്പറയും. അവരുടെ അടുക്കലൊന്നും പോയി പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല എന്നും ചിലർ വിധി എഴുതുവാൻ തക്കണമിടയായി തരും. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അനേക ജീവിത അനുഭവങ്ങളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ദാവീദ് പലപ്പോഴും ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രാർത്ഥനകളും യാചനകളും പല ആവർത്തി, പല പ്രാവശ്യം ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ കർത്താവ് ചെവി ചായ്ച്ച് ദാവീദിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ളതായ മറുപടിയുമായി ഇറങ്ങി വന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. നമ്മൾ പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ആരുമില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും അവരെ ഒരു കാര്യവും വിളിച്ചറിയിക്കുവാൻ താല്പര്യപ്പെടാറില്ല. അവരോട് പറയുവാൻ, സംസാരിക്കാൻ പോലും പലപ്പോഴും താല്പര്യപ്പെടാറില്ല. അങ്ങനെയെങ്കിൽ ദാവീദോട് പറയുകയാണ്, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ താൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെയും തൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ച് ദൈവം ശ്രദ്ധിക്കുവാനും കേൾക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയും യാചനകളും കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ചെവി ചായ്ക്കുവാൻ ഇടയായി തീർന്നത്? യഹോവ തൻ്റെ മക്കളെ നോക്കുമ്പോൾ അവർ വിശ്വസ്തരും നീതിമാന്മാരും നിഷ്കളങ്കരും നിർമ്മലരും ആയിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ദാവീദ് ദൈവവുമായുള്ള നല്ല ബന്ധം എന്നും എപ്പോഴും കാത്തു സൂക്ഷിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം. ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പശ്ചാത്താപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കേണ നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, യാചിച്ചാൽ ദൈവം തീർച്ചയായും ചെവി ചായ്ച്ചിറങ്ങി അവൻ്റെ അപേക്ഷ കേട്ടിട്ടുണ്ട്. അത് സംഭവിക്കാതെ ഒരിക്കലും ആ വ്യക്തിക്ക് പറയുവാൻ കഴിയില്ല, നമ്മളെ പ്രബോധിപ്പിക്കുവാനും കഴിയുകയില്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദാവീദിനെ ദൈവം വിടുവിച്ചതെന്ന് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മരണപാശങ്ങൾ തന്നെ ചുറ്റിയ സന്ദർഭത്തിൽ, പാതാള വേദനകൾ തന്നെ പിടിച്ച സന്ദർഭത്തിൽ, കഷ്ടവും സങ്കടവും അനുഭവിച്ച സന്ദർഭത്തിൽ യഹോവ ദാവീദിന്റെ പ്രാണനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇപ്പൊ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ, പല ആവർത്തി, പല അനുഭവങ്ങളിൽ കൂടി തൻ്റെ ജീവിതത്തിൽ ദൈവം
വെളിപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ച് വിടുതൽ പ്രാപിക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുള്ളത് കൊണ്ട് ദാവീദ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്: യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. അപ്പോൾ ദൈവം സന്ദർഭോചിതമായി ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ വിടുതൽ നൽകുവാൻ കാരണമായി തീർന്നത് യഹോവ കൃപയും നീതിയും കരുണയും ഉള്ളവനായതുകൊണ്ടാണ്. ദാവീദിനോടുള്ള ബന്ധത്തിൽ ദൈവം തൻ്റെ പ്രാർത്ഥനയും യാചനയും അപേക്ഷകളും ഒക്കെ കേൾക്കുവാനിടയായി തീർന്നതും ദൈവം കരുണയും നീതിയും ദീർഘക്ഷമയും മഹാദയയും ഒക്കെ ഉള്ളവനായതുകൊണ്ടാണ്. അത് നമ്മളോടുള്ള ബന്ധത്തിലും തീർച്ചയായും ദൈവം അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, ദൈവത്തിന് നമ്മളോട് കരുണയില്ലയോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും തീർച്ചയായും നമ്മളോടും ദൈവത്തിൻ്റെ ഇടപെടൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദൈവം കൃപയും നീതിയും ഉള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകൾക്ക് അനുസരിച്ച് ദൈവം ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ തൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കഷ്ടവും സങ്കടവും അനുഭവിച്ച സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ വന്നത് വളരെ എളിമയോടുകൂടിയാണ്. അതാണ് ഇവിടെ ദൈവത്തിന് അദ്ദേഹത്തോട് കരുണ തോന്നാനും ദയ തോന്നാനും കൃപ തോന്നാനും ഒക്കെ കാരണം. അപ്പോൾ വളരെ എളിമയോടുകൂടിയാണ് ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. അപ്പോൾ ഒരു പ്രാർത്ഥനയുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മസിൽ പിടിച്ചൊന്നും വരേണ്ടതായ കാര്യമില്ല. ദൈവം നമുക്ക് മറുപടി തരണം. അപ്പോൾ വളരെ ഭവ്യതയോടുകൂടി എളിമയോടുകൂടി നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തലകളെ വണക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കും. അപ്പൊ ദൈവം ഉപകാരം ചെയ്താൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിരിക്കുവാൻ കഴിയുകയുള്ളൂ, സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ നമുക്കൊരു സമാധാനവും കാണുകയില്ല. മരണവാശങ്ങൾ ചുറ്റിയാൽ, പാതാള വേദനകൾ പിടിച്ചാൽ, കഷ്ടവും സങ്കടവും ജീവിതത്തിൽ അനുഭവിച്ചാൽ നമുക്കൊരു സമാധാനവും ഉണ്ടാകുകയില്ല, സ്വസ്ഥത ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ സ്വസ്ഥമായിരിക്കാനും സമാധാനമായിരിക്കുവാനും ആഗ്രഹിക്കുന്നവനായ ദൈവം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച് അവൻ നമ്മളോട് നീതിയും കരുണയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവനെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാകയാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കടുത്തു വരാം. ആ വിടുതൽ നൽകിയ ദൈവത്തെ ദാവീദ് പറയുകയാണ്, അവനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അവനെ നമസ്കരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയുന്നില്ല എങ്കിൽ, അവനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ദൈവം മുൻപാകെ വിശ്വസ്തരോ നീതിയുള്ളവരോ നിഷ്കളങ്കരോ നിർമ്മലരോ ആയിരിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ട് വളരെ എളിമയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാചന മനോഭാവത്തോടെ, പ്രാർത്ഥനാ മനോഭാവത്തോടെ, ആമേൻ, ദൈവം ജീവിതത്തിൽ വിടുതൽ നൽകണമെന്നുള്ളതായ ആ ആവശ്യ ഭാരത്തോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മളെ സഹായിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടുമില്ല എന്ന് നാം തിരിച്ചറിയുന്നു.
അതുകൊണ്ട് ദാവീദ് ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, ജീവകാലമൊക്കെയും അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം താൻ സമയം വേർതിരിക്കുകയും അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുകയും ദൈവനാമഹത്വത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരാലയം പോലും പണിയുവാൻ താൻ ആഗ്രഹിച്ച വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാത്രിയിൽ ആ ദൈവികമായ ആ സാന്ത്വനവും ആശ്വാസവും ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ആ സാഹചര്യത്തിൽ വെളിപ്പെടുവാൻ കഴിയേണ്ടതിന് നമുക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് അറിയിക്കാം, നമ്മുടെ യാചനകൾ ദൈവത്തോട് അറിയിക്കാം. രാത്രിയിൽ ആ ദൈവത്തിൻ്റെ ചെവി നമ്മുടെ അടുക്കിലേക്ക് ചായ്ച്ച് ആ ദൈവം നമ്മളെ വിടുവിപ്പാൻ സർവശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ നല്ല രാത്രിയുടെ യാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാതാരവിന്ദത്തിൽ വീണ്ടും ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളോട് കൃപ കൂടെ ഇരിക്കണം. അങ്ങ് കൃപയും നീതിയും കരുണയും മഹാദയയും ഉള്ളവനാകയാൽ, അല്പബുദ്ധികളെ പരിപാലിക്കുന്നവനാകയാൽ, എളിമപ്പെടുന്നവരെ രക്ഷിക്കുന്നവനാകയാൽ, മനം തകർന്നവരെ സ്വസ്ഥമായിരിക്കുവാൻ സഹായിക്കുന്നവനാകയാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളോടും കൃപ തോന്നണം, കരുണ കാണിക്കണം, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.